മയ്യഴി അഥവാ മാഹി അധിനിവേശത്തിന്റെ കാലത്ത് കപ്പലുകൾ കുതിച്ചുപാഞ്ഞ ഒരിടമായിരുന്നു ഇത്. ഇന്ത്യയുടെ ഒരു ഫ്രഞ്ച് കോളനിയായിരുന്ന മാഹിയുടെ പുഴയും കടലും ഒന്നാകുന്ന അഴിമുഖത്തിന് തൊട്ടടുത്താണ് മാഹി സെയിന്റ് തെരേസസ് പള്ളി. ഈ ദേവാലയത്തിൽ പൊതുവണക്കത്തിനായി ഉപയോഗിക്കുന്ന അമ്മ ത്രേസ്യയുടെ ഒരു ദാരുശില്പമുണ്ട്. ഈ ദാരുശില്പം ഈ ദേവാലയത്തിൽ എത്തിയതിന് പിന്നിൽ രണ്ട് പ്രധാന വിശ്വാസങ്ങളാണുള്ളത്. ഒന്ന്, അത്ഭുത പ്രതിമ പടിഞ്ഞാറൻ തീരത്തുകൂടി ഒരു കപ്പലിൽ കൊണ്ടുപോയിരുന്ന സമയത്ത് കപ്പൽ ഇപ്പോൾ മാഹിപ്പള്ളി സ്ഥിതി ചെയ്യുന്ന തീരത്തിന് സമീപം നിശ്ചലമാവുകയും മുന്നോട്ട് നീങ്ങാതെയുമായി. വിശുദ്ധ തെരേസയുടെ ഇഷ്ടപ്രകാരമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് കപ്പലിലെ ജീവനക്കാർ മനസ്സിലാക്കുകയും ആ പ്രതിമ ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം അവർക്ക് യാത്ര തുടരാൻ സാധിച്ചു. മറ്റൊരു വിശ്വാസം എന്തെന്നാൽ മാഹിക്ക് സമീപം കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയതാണ് ഈ അത്ഭുത പ്രതിമ എന്നാണ്. എല്ലാ വർഷവും ഒക്ടോബർ 5 മുതൽ 22 വരെയാണ് മാഹി തിരുനാൾ. തിരുനാളിന്റെ പ്രധാന ദിവസമായ ഒക്ടോബർ 14 ഈ തിരുരൂപം വഹിച്ച് നഗരപ്രദക്ഷിണം നടത്താറുണ്ട്. ആഘോഷ പരിപാടികൾ അവസാനിച്ചാൽ തിരുരൂപം പള്ളിയിലെ രഹസ്യ അറയിലേക്ക് മാറ്റും. 1736 ഈ ദേവാലയം സ്ഥാപിച്ചു എന്നാണ് ചരിത്രം. 1723 മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയ കർമ്മലീത്ത വൈദികൻ ഫാദർ ഡൊമിനിക് ജോൺ ഓഫ് ദി ക്രോസ് ആണ് മയ്യഴിയിലെത്തി ഒരു മിഷൻ സ്ഥാപിക്കുന്നത്. 1726 ഫ്രഞ്ച് റോയൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ മയ്യഴിയുടെ തീരത്ത് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമത്തിൽ ദേവാലയത്തിന് അങ്ങനെ തറക്കല്ലിടുന്നു. 1728 ആയപ്പോൾ മൺചുമരുകളാൽ നിർമ്മിതമായ തെങ്ങുലകൾ മേഞ്ഞ ആദ്യ പള്ളി സ്ഥാപിക്കുന്നു. പുതുക്കി പണിത പള്ളിയിൽ 1736 അത്ഭുത തിരുസ്വരൂപം സ്ഥാപിക്കുന്നത്. 1736 ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ദേവാലയത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. 1779 ദേവാലയം വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു. ഒരർത്ഥത്തിൽ നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്തു. ദേവാലയത്തിലെ തിരുസ്വരൂപങ്ങൾക്കെല്ലാം തന്നെ ഒരു ഫ്രഞ്ച് ടച്ച് ഉണ്ട്. ആഡംബരങ്ങൾ ഒട്ടുമേയില്ല. കയറി ചെല്ലുമ്പോൾ അമ്മ ത്രേസ്യയുടെ ഒരു രൂപം കാണാം. ഇടതുവശത്തായി ഒരു പിരിയൻ ഗോവണിയുണ്ട്. വെള്ളി വെളിച്ചം വിതറുന്ന തൂക്കുവിളക്കുകളും കാണാം. പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കാറുണ്ട്. 1788 ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടു. 1855 76 അടി ഉയരത്തിൽ പുതുക്കപ്പെടുന്ന ദേവാലയ ഗോപുരത്തിൽ 4 അടി വ്യാസമുള്ള നാഴികമണി സ്ഥാപിക്കുന്നു. 1922 പള്ളിമണി സ്ഥാപിക്കുന്നത്. പള്ളിമണിക്ക് 70 സെന്റിമീറ്റർ വ്യാസവും 80 സെന്റിമീറ്റർ ഉയരവുമുണ്ട്. തിരുനാളിന്റെ അവസരത്തിൽ ഇവിടെ ശയന പ്രദക്ഷിണം നടക്കാറുണ്ട്. കോഴിക്കോട് രൂപതയുടെ ഭാഗമായ ഈ ദേവാലയം 1960 തീർത്ഥാടന കേന്ദ്രമാവുകയും 2024 ബസിലിക്ക ആവുകയും ചെയ്തു.